മൈ ചാനൽ. ഇന്ന് ഞാൻ ക്രിസ്മസ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ക്രിസ്മസ് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ 15 ദിവസമായിട്ട് ഫ്രൂട്ടൊക്കെ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമുക്കറിയാം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ ബട്ടർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, വളരെ സാധാരണ ഓയിൽ തന്നെ, സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഗോൾഡൻ സിറപ്പ് ഉണ്ടാക്കാൻ നമ്മൾ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. അത് ഒട്ടും വെള്ളമില്ലാതെ വേണം നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് ഉരുകി വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇടണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇപ്പം നല്ല ഗോൾഡൻ നിറാവുന്നുണ്ട്. ഞാനൊന്ന് ഡാർക്ക് ബ്രൗണിലേക്ക് ഒന്ന് ആക്കാൻ വേണ്ടി ഒന്ന് തീ കുറച്ചിടുകയാണ്. നമുക്കൊന്ന് നിർത്തി കൊടുക്കാം, വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല ഡാർക്ക് ബ്രൗൺ നിറത്തിലുള്ള, ഇപ്പം നമ്മുടെ 15 ദിവസമായിട്ട് സോക്ക് ചെയ്ത നമ്മൾ ആൽക്കഹോളിനകത്ത് സോക്ക് ചെയ്ത നമ്മുടെ ഫ്രൂട്ട്സ് ആണിത്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് എല്ലാം നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ശരിയാക്കണം. അപ്പം ഞാൻ 2 കേക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഒരു 1.5 കപ്പ്, മൊത്തം 3 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒരു 3 കപ്പ് മൈദ നമുക്ക് ഇട്ട് കൊടുക്കാവേ. കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ നട്ട്മങ്ങിന്റെയും അതുപോലെ തന്നെ സിനമണിന്റെയും കൂടെ ചേർത്ത പൊടി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കാവേ. അപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി നമ്മൾ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാവേ. ഇപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാനായിട്ട് ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 4 മുട്ട ഞാൻ ആദ്യം ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പോൾ 3 കപ്പ് മൈദയ്ക്ക് 4 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ. ഇപ്പം നല്ല മുട്ട നന്നായിട്ട് ഞാൻ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല വലിയ വലിയ കുമിളകളായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, ഫ്ലഫി ആയിട്ട്. നമുക്ക് കുറച്ചുകൂടി ഒന്ന് നന്നായി സോഫ്റ്റ് ആകാനായിട്ട് മുട്ട നന്നായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 കപ്പ് ബ്രൗൺ ഷുഗർ ഞാൻ ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു. ഇതിൻ്റെ കൂട്ടത്തിൽ 3/4 കപ്പ് ഓയിൽ. ഇപ്പോൾ 1 കപ്പ് ആയാലും നല്ലതാണ്. അപ്പം നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാവേ. ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരേ ഡയറക്ഷനിൽ വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഇതാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് വേണം ഇളക്കാനായിട്ട്. ഒരിക്കലും ഇങ്ങനെ ഇളക്കരുത്. ഒരൊറ്റ ഡയറക്ഷനിലേക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാവുള്ളേ. ഒരിക്കലും നമ്മളിങ്ങനെ ഇറഗുലറായിട്ട് ഇളക്കി കൊടുക്കരുത്. ഇപ്പം നമുക്ക് വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒരു കുറവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ഒരു ചെറു ചൂടുവെള്ളം, ഇതാണ് ചെയ്ത് കൊടുക്കേണ്ടത്. കുറച്ച് പൊടികളായിട്ട് ഇങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഗോൾഡൻ സിറപ്പ് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഗോൾഡൻ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ ഗോൾഡൻ സിറപ്പ് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് 4 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമനുസരിച്ച് എത്ര കൂട്ടിയാലും അത്രയും ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിറച്ച് ഫ്രൂട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഞാൻ 2 കേക്ക് ടിന്നിലാണ് എടുക്കുന്നത്. നമുക്ക് 2 കേക്ക് ടിന്നിൽ കുറച്ച് ഗീയോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാവേ.
എല്ലാ വശങ്ങളും നന്നായിട്ട് ഗ്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കേക്ക് ഇങ്ങനെ വിട്ടുപോരുള്ളൂ. അപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ മേളിൽ കൂടെ നമുക്കൊന്നും കൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാവേ. ടാപ്പ് ചെയ്ത് കൊടുക്കാവേ. അത് നമ്മുടെ അടുത്ത ടിന്നിലും ഒരു പകുതി മുക്കാൽ ഭാഗം നമ്മൾ വെച്ച് കൊടുക്കാവുള്ള. അപ്പോൾ രണ്ടും നന്നായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ടും ടാപ്പ് ചെയ്ത് കൊടുത്തു. ഞാൻ ഇതിൻ്റെ മേളിൽ കുറച്ച് കാഷ്നട്ട്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ടാപ്പ് ചെയ്ത ശേഷം വേണം കാഷ്നട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിത് അവനിലാണ് ഇത് വെക്കുന്നത്. ചെറുത് നമ്മുടെ കടായിക്കകത്തുമാണ് വെക്കുന്നത്. ഇത് നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസ് 45 മുതൽ 50 മിനിറ്റ് ആണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തും കൂടെ ഒന്ന് കാഷ്നട്ട് വെച്ചൊന്ന്. അപ്പോൾ നമ്മുടെ തവ ഒരു 5 മിനിറ്റ് നേരമായിട്ട് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ എടുത്തുനിന്ന് വെച്ച് കൊടുക്കാവേ. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇതുപോലെ അടിയിൽ ഒരു പാത്രം ഇട്ടിട്ട് വേണം. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ്. നമുക്കൊന്ന് കയറ്റി വെക്കാം, എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പം ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോള് ഞാൻ ഒരു പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. 45 മുതൽ 50 മിനിറ്റ് നേരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാവേ. അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാവേ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2-3 മെത്തേഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എളുപ്പത്തിലും ഫ്രൂട്ട് കേക്ക് ഒക്കെ ക്രിസ്മസ് കേക്ക് ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ്. ഇതിൻ്റെ ഒരു ഒറിജിനൽ ടേസ്റ്റ് വരുന്ന ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴാണ്. ഇത് നമ്മളൊരു ടിന്നിനകത്ത് അടച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടിന്ന് തുറക്കുമ്പോഴില്ലേ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു ഫ്രൂട്ടിൻ്റെ സ്മെല്ല് ഭയങ്കരമാണ്. ഇപ്പം ഞാൻ കടായിക്കകത്തുണ്ടാക്കിയ കേക്കാണ്. കടായിക്കകത്തുണ്ടാക്കിയിട്ട് പെർഫെക്റ്റ് ഷേപ്പാണ് വന്നിരിക്കുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, ഈ ഒരു മെത്തേഡിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കും. നല്ല സൂപ്പറാണ്. സാധാരണ നമ്മൾ ട്രഡീഷണൽ കേക്കൊക്കെ ഉണ്ടാക്കുന്നതിനും ബട്ടറൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് വെറുതെ സാധാരണ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം.